രണ്ടാമത്തെ സൂപ്പർ കൊടുത്തു കഴിഞ്ഞ് പിന്നെ അടപ്പിൽ ഇതുപോലെ ധാരാളം ഈച്ചകളുണ്ടെങ്കിൽ പിന്നെ അടുത്ത സൂപ്പർ കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഇതുപോലെ ഈച്ച നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ മൂന്നാമത്തെ സൂപ്പർ ഇതിനിപ്പോൾ കൊടുത്തിരിക്കുകയാണ്. അപ്പം രണ്ട് സൂപ്പർ നിറഞ്ഞ് നമുക്ക് ഈച്ചകൾ ഇതുപോലെ ധാരാളം ആവുകയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ സൂപ്പർ നൽകാവുന്നതാണ്. മൂന്നാമത്തെ സൂപ്പർ കൊടുത്തിരിക്കുന്ന പെട്ടിയാണ്. ഇതിനിപ്പം നമുക്ക് ആ തട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് സൂപ്പർ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാലാമത്തെ തട്ടിലേക്ക് പോകാവുന്നതാണ്. അപ്പം മുമ്പത്തെ പോലെ ഈച്ച അടപ്പിൽ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നാലാമത്തെ സൂപ്പറും കൂടെ നൽകാവുന്നതാണ്. ഈച്ചകൾ വർദ്ധിക്കുന്നതനുസരിച്ച് നമുക്ക് സൂപ്പറുകളുടെ എണ്ണം കൂട്ടാം. തേന വരുന്ന അളവ് നമുക്ക് കിട്ടുന്ന പിന്നെ അളവ് കൂടുകയും ചെയ്യും. തേനീച്ചകളുടെ എണ്ണം അനുസരിച്ച് നമുക്ക് അടകൾ പണിയുന്നതനുസരിച്ചും അടകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമുക്ക് പണിത് വിടുന്നതനുസരിച്ച് നമുക്ക് സൂപ്പറിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്.